ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന LSTS സെക്രട്ടറിയുടെ നമ്മുടെ നാലാമത്തെ ടെസ്റ്റിലെ റീസണിങ്ങിന്റെ ടോപ്പിക്കാണ്. ഇതിൽ നമുക്ക് 5 ചോദ്യങ്ങൾ ബിഡ് റിലേഷനും 5 ചോദ്യങ്ങൾ ഡയറക്ഷനും വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ നമ്മൾ ആൻസർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വരച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എപ്പോഴും ആൻസർ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ വരയ്ക്കുക. പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പി എന്ന് പറയുന്നത് ക്യൂവിന്റെ ഫാദർ ആണ് എന്ന് നമുക്കറിയാം. അപ്പൊ പി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ വരയ്ക്കാം. ഒരാണായതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സ്ക്വയർ ബോക്സിൽ കൊടുക്കാം. അതിന്റെ താഴെയായിട്ട് ക്യൂ മകനോ മകളോ ആവാം, ജെൻഡർ പറഞ്ഞിട്ടില്ല. ആൻഡ് ആർ ഈസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് ആറിന്റെ ഗ്രാൻഡ് ഫാദറുമാണ് എന്നുണ്ട്. പക്ഷെ ആർ ക്യൂവിന്റെ മകനാണോ അല്ലെങ്കിൽ മകളാണോ എന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ആറിനെ നമുക്കിവിടെ മാറ്റി ഇങ്ങനെ എഴുതാം. ഓക്കെ, ആർ എന്ന് പറയുന്നതിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് പി എന്ന് പറഞ്ഞു. ആൻഡ് ഹൂ ഈസ് ദ ബ്രദർ ഓഫ് എസ്. അപ്പൊ ആർ എന്ന് പറയുന്നത് മെയിൽ ആണ്, അത് എസിന്റെ ബ്രദറുമാണ് എന്ന് നമുക്കറിയാം. എസിന്റെ ബ്രദർ, എസ് ആണാണോ പെണ്ണാണോ എന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ ജെൻഡർ കൊടുക്കുന്നില്ല. ദെൻ എസ് മദർ ടി, എസിന്റെ മദർ എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കറിയാം, ടി ആണ് എന്നറിയാം. അത് വിമൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മളൊരു റൗണ്ട് ബോക്സിൽ കൊടുത്തു. ദെൻ ഹൂ ഈസ് മാരീഡ് ടു വി. അപ്പോ ടി ആരെ കല്യാണം കഴിച്ചിരിക്കുന്നത്, വി ആണ്. അപ്പൊ വി എന്ന് പറയുന്നത് ടിയുടെ ഭർത്താവാണ്, മെയിൽ ആണ്. ഇനിയുണ്ടോ, ടി ഈസ് ദ സിസ്റ്റർ ഓഫ് ക്യൂ, ക്യൂവിന്റെ സിസ്റ്റർ ആണ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വി എങ്ങനെയാണ്, ഹൗ ഈസ് വി റിലേറ്റഡ് ടു പി. പിയും വിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വി എന്ന് പറയുന്നത് ആരാണ്, പിയുടെ മകളുടെ ഹസ്ബൻഡ് ആണ്. സോ വി എങ്ങനെയാണ് പിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, സൺ ഇൻ ലോ ആണ്. സോ അങ്ങനെയാണ് അതിന്റെ ആൻസർ. അപ്പോൾ ഇതിന്റെ ഉത്തരം ചെയ്യുന്ന സമയത്ത് വരച്ച് തന്നെ എത്തുക എന്നുള്ളത്, ഇത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ല നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. PSCക്ക് ചോദിക്കാൻ കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടുതൽ എടുക്കേണ്ടി വരും. പക്ഷെ എന്നാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് PSC എക്സാമിന് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ദെൻ അടുത്ത് നോക്കാം. പി ഈസ് ദ ഫാദർ ഓഫ് ക്യൂ ആൻഡ് ആർ ഈസ് ദ സൺ ഓഫ് എസ്. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന പി എന്ന് പറയുന്നത് ഇസ് ദ ഫാദർ ഓഫ് ക്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, ക്യൂവിന്റെ ഫാദർ ആണ്. ദെൻ ആർ ഈസ് ദി സൺ ഓഫ് എസ് എന്ന് പറഞ്ഞിട്ട്, ആർ ഈസ് ദി സൺ ഓഫ് എസ്, എസിന്റെ മകനാണ്. ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്ക് പറയില്ല. ദെൻ ടി ഈസ് ദ ബ്രദർ ഓഫ് പി എന്ന് പറഞ്ഞിട്ടുണ്ട്, പിയുടെ ബ്രദർ ആണ് ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ ക്യൂ ഈസ് ദ സിസ്റ്റർ ഓഫ് ആർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ. അതുകൊണ്ട് ഇവിടെ കണ്ടു, ക്യൂ ഈസ് ദ സിസ്റ്റർ ഓഫ് ആർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കണക്ട് ചെയ്യാം. ഓക്കെ, ക്യൂ ഈസ് ദ സിസ്റ്റർ ഓഫ് ആർ എന്ന് പറയാം. ദെൻ ഹൗ എസ് ഈസ് റിലേറ്റഡ് ടു ടി. എങ്ങനെയാണ് എസ് ടിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഹൗ എസ് ഈസ് റിലേറ്റഡ് ടു ടി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാല് അപ്പൊ നമ്മൾ വരച്ചു വന്നതില് നമ്മൾ കണ്ടോ, ആർ ഈസ് ദി സൺ ഓഫ് എസ് എന്ന് പറഞ്ഞിട്ട്, ടി ഈസ് ദി ബ്രദർ ഓഫ് പി നമ്മൾ വെച്ചു, ക്യൂ ഈസ് ദ സിസ്റ്റർ ഓഫ് ആർ എന്നുള്ളത് നമുക്ക് കിട്ടി. ദെൻ അപ്പൊ ഒരു കാര്യം ആലോചിച്ച് നോക്കി, പിയുടെ പിയുടെ മകളാണ് ക്യൂ എന്ന് നമുക്ക് കിട്ടി. ഇനി ക്യൂ ആറും സിസ്റ്റർ ആണെന്ന് പറഞ്ഞു. ദെൻ ആർ എന്ന് പറയുന്ന എസിന്റെ മകനാണ്. അപ്പൊ പിയും എസും എങ്ങനെയായിരിക്കും, ഇവര് ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. പിയുടെ ഭാര്യയാണ് എസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫിഗർ എന്ത് ചെയ്യത്തുള്ളൂ, അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ മാറ്റി വരയ്ക്കുവാണെങ്കിൽ, പിയുടെ ഭാര്യയാണ് ആര്, എസ് എന്ന് പറയുന്നത്. പിയുടെ ബ്രദർ ആണ് ടി എന്ന് പറയുന്നത്. ദെൻ പിയുടെ മകള് ക്യൂ എന്ന് പറയുന്നത്, ബ്രദർ ആർ. ഓക്കെ, ഇങ്ങനെ വന്നു കഴിഞ്ഞത് കംപ്ലീറ്റ്. അപ്പൊ നമ്മൾ നോക്കി, ടിയും എസും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ടിയുടെ സിസ്റ്റർ ഇൻ ലോ ആണ്. നമ്മൾ പറയുകയാണെങ്കിൽ ബ്രദറിന്റെ ഭാര്യയാണ് എസ് എന്ന് പറയുന്നത്. സോ അപ്പൊ അതാണ് അതിന്റെ രണ്ടാമത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെ ഡ്രോ ചെയ്യുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും നമ്മുടെ ഒരു ആൻസർ. നിങ്ങൾക്ക് എത്ര വ്യക്തമായിട്ട് ഇത് വരയ്ക്കാൻ പറ്റും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത് നമ്മൾ വരിക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ രവി ഈസ് അക്ഷയ്സ് ബ്രദർ. നമുക്ക് രവിക്ക് എന്ത് ചെയ്യാം, ആർ എന്ന് കൊടുക്കാം അല്ലെ. രവി എന്ന് പറയുന്നത് അക്ഷയുടെ ബ്രദർ ആണ് എന്ന് നമുക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് സോഫിയ ഈസ് ശങ്കേഴ്സ് സിസ്റ്റർ. അപ്പൊ സോഫിയ എന്ന് പറയുന്നത് ശങ്കറിന്റെ സിസ്റ്റർ ആണ് എന്നും പറഞ്ഞു. ദെൻ അക്ഷയ് ഈസ്
സോഫിയ സൺ. അക്ഷയ് എന്ന് പറയുന്ന സോഫിയയുടെ സണ്ണാണ്. അപ്പൊ നമ്മൾ ഈ വരച്ച ഫിഗർ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല, നമുക്കത് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാച്ചിട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ പറഞ്ഞത് സോഫിയ എന്ന് പറയുന്നത്, സോഫിയ എന്താണ്, ശങ്കറിന്റെ സിസ്റ്റർ ആണ് എന്ന് നമുക്കറിയാം. ദെൻ അക്ഷയ് ഈസ് സോഫിയ സൺ, ഇങ്ങനെ വരച്ചാൽ മതി, അത് കിട്ടും. ദെൻ ഹൗ രവി ഈസ് റിലേറ്റഡ് ടു സോഫിയ. എങ്ങനെയാണ് നോക്കി, നമ്മളോട് പറഞ്ഞിട്ടല്ലേ രവി അക്ഷയും ബ്രദേഴ്സ് ആണ്. സോ അക്ഷയുടെ അമ്മയാണ് സോഫിയ എന്ന് പറഞ്ഞാൽ അത് രവിയുടെ ആരാണ്, അമ്മയാണ്. അപ്പൊ രവി എങ്ങനെയാണ് സോഫിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, മകനാണ് എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ ഫിഗർ ഒന്ന് വരച്ചെടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. നമ്മളിപ്പോ നോക്കിയത് ആദ്യത്തെ 2 ചോദ്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ഈസി ആയിരുന്നു. ദെൻ അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇൻട്രൊഡ്യൂസിങ്, രുക്മിണിയെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വിജയ് പറഞ്ഞത് ഷീ ഈസ് ദ മദർ ഓഫ് ദി സൺ ഓഫ് ഓൺലി ബ്രദർ ഓഫ് മൈ വൈഫ് എന്നാണ് പറഞ്ഞത്. അതായത് നോക്കി, ഷീ ഈസ് ദ, അതായത് ആരെ പറ്റിയാ പറയുന്നത്, രുക്മിണി. രുക്മിണി എന്ന് പറയുന്നത് ഷീ ഈസ് ദ മദർ ഓഫ്, ഷീ ഈസ് ദി മദർ ഓഫ് സൺ ഓഫ് ഓൺലി ബ്രദർ ഓഫ് മൈ വൈഫ്. അപ്പൊ നിങ്ങൾ അത് തിരിച്ചു വേണമെങ്കിൽ നോക്കാം. അതായത് വിജയ്, ഓക്കെ, വിജയ് ഉണ്ട്, വിജയ് എന്ത് ചെയ്തിട്ടുണ്ട്, ആരെയോ മാരി ചെയ്തിട്ടുണ്ട്. ഓക്കെ, പുള്ളി പറഞ്ഞ എന്താ, ഷീ ഈസ് ദ മദർ ഓഫ് സൺ ഓഫ് ഓൺലി ബ്രദർ ഓഫ് മൈ വൈഫ്. എന്റെ വൈഫിന്റെ ഒരേ ഒരു ബ്രദർ, അവിടെ ആരോ ഒരു ബ്രദർ ഉണ്ട്. ഓക്കെ, ഷീ ഈസ് ദി മദർ ഓഫ് സൺ ഓഫ് ഓൺലി ബ്രദർ ഓഫ് മൈ വൈഫ്. ഷീ ഈസ് ദ മദർ ഓഫ് സൺ ഓഫ് ഓൺലി ബ്രദർ ഓഫ് മൈ വൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയായിരിക്കും, നിങ്ങൾ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അത് പറഞ്ഞിരിക്കുന്നത് ഷീ ഈസ് ദ മദർ ഓഫ് സൺ ഓഫ് ഓൺലി ബ്രദർ ഓഫ് മൈ വൈഫ്. എന്റെ വൈഫിന്റെ ഓൺലി ബ്രദറിന്റെ സണ്ണിന്റെ അമ്മയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി തിരിച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അത് തിരിച്ചു വരയ്ക്കാനായിട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ ആദ്യം നോക്കുകയാണെങ്കിൽ ഷീസ് ദ മദർ ഓഫ് ദി സൺ ഓഫ് ഓൺലി ബ്രദർ ഓഫ് മൈ വൈഫ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയി. പക്ഷെ തിരിച്ചു നോക്കി, ഇവിടെ എന്താണ്, മൈ വൈഫ് എന്നാണ് വിജയ് പറയുന്നത്. അപ്പൊ വിജയുടെ ഭാര്യ. ഓൺലി ബ്രദർ ഓഫ് മൈ വൈഫ്, അപ്പോൾ എന്താണ്, ഒരേ ഒരു ബ്രദറേ ഉള്ളൂ എന്നുള്ള സാധനം കിട്ടി. ഇത് വിജയുടെ ഭാര്യയാണ്, നമ്മൾ പേര് കൊടുക്കുന്നില്ല, വേണമെങ്കിൽ വൈഫ് എന്ന് കൊടുക്കാം, അതിന്റെ ബ്രദർ എന്നുള്ളതും കൊടുത്തു. ഓക്കെ, കണ്ടോ, ഷീ ഈസ് ദ മദർ ഓഫ് സൺ ഓഫ് ഓൺലി ബ്രദർ ഉണ്ട്, ഓൺലി ബ്രദറിന്റെ സണ്ണ്, അതിന്റെ ആരാണ്, അമ്മയാണ് എന്നാണ്. അപ്പൊ എന്താണ്, ബ്രദറിന്റെ ഭാര്യയാണ്. അപ്പൊ അത് വരുമ്പോ ബ്രദർ ഇൻ ലോ എന്നുള്ള രീതിയിലാണ് ആ റിലേഷൻ കയറി വരുന്നത്. ബ്രദർ ഇൻ ലോ ആയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഈ ചോദ്യം കുറച്ച് ചിന്തിച്ചത്, കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഡയറക്റ്റ്ലി വരുന്നതിന് പകരം തിരിച്ച്, അതായത് ആ സ്റ്റേറ്റ്മെന്റ് എൻഡിൽ നിന്ന് തുടക്കത്തിലേക്ക് റിലേഷൻ നോക്കുകയാണെങ്കിൽ കുറെ കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിന് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. ഓക്കെ, പിന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എക്സാം ഹോളിൽ ഇരുന്ന് ചെയ്യുമ്പോൾ 1 2 പ്രാവശ്യം നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ വീണ്ടും അതിലിരുന്ന് സമയം കളയാനായിട്ട് നിൽക്കരുത് കേട്ടോ. എസ് ഈസ് സൺ ഓഫ് എം എന്ന് പറഞ്ഞു. അപ്പൊ എസ് എന്ന് പറയുന്നത് മെയിൽ ആണ്, ആരുടെ ആണ്, എമ്മിന്റെ സൺ ആണ്. ആർ ഈസ് ദ ഫാദർ ഓഫ് ക്യൂ ആൻഡ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ ഈസ് ദ ഫാദർ ഓഫ് ക്യൂ ആൻഡ് എ, അവർ എന്താണ്, സിബ്ലിങ്സ് ആണ്. എ ഈസ് ദ ഡോട്ടർ ഓഫ് എം എന്ന് പറഞ്ഞിട്ടുണ്ട്. എ എന്ന് പറയുന്നത് ഫീമെയിൽ ആണെന്നും ആരുടെ ആണ്, എമ്മിന്റെ ഡോട്ടർ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്താണ്, ഈ ആറും എമ്മും മാരീഡ് ആണ്. അപ്പൊ എം എന്തായി, ഫീമെയിൽ ആയി. ഹൗ ഈസ് എ റിലേറ്റഡ് ടു എസ്, എയും എസും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നുണ്ടോ. അപ്പോ ഈ അച്ഛനും അമ്മയായി, ബാക്കിയുള്ളത് 3 മക്കളാ. അപ്പൊ അവരെങ്ങനെയാണ്, എയുടെ സിസ്റ്റർ ആയിട്ട് വരും. എസിന്റെ സിസ്റ്റർ ആണ് എ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ഇതും കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ആദ്യത്തെ 2 ചോദ്യങ്ങളും പിന്നെ ഒരു റിലേഷൻ പറഞ്ഞ ചോദ്യം, ഇതാണ് കുറച്ചുകൂടെ നിങ്ങൾക്കൊരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഇത്രയും ഡിഫിക്കൽറ്റിയിലുള്ള ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാം ഹോളിൽ ഇത്രയും ഡിഫിക്കൽട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരികയുമില്ല. അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ആ ചോദ്യങ്ങൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് കുറെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, അതായത് കുറച്ചുകൂടെ ഡിഫിക്കൽറ്റി കൂടിയ ചോദ്യങ്ങൾ എപ്പോഴും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ ഇനി നമ്മൾ നോക്കിയാൽ ഡയറക്ഷനുമായിട്ട് റിലേറ്റബിൾ ചോദ്യമാണ് അടുത്തതെന്നുള്ളത്. മനൂസ് ഹൗസ് ഫേസസ് സൗത്ത്. അപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ആണ്. ഇത് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഈ പറയുന്ന ഡയറക്ഷൻ ഏതാണ്, നോർത്ത് ഈസ്റ്റ്, ദെൻ സൗത്ത് ഈസ്റ്റ്,
നോർത്ത് വെസ്റ്റ്, സൗത്ത് വെസ്റ്റ്, ഈ ഡയറക്ഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. ഇത് കർദിനാൾ ഡയറക്ഷൻസ് ആണ്. ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. മനൂസ് ഹൗസ് ഫേസസ് സൗത്ത്. അപ്പൊ ഇതാണ് മനുവിന്റെ വീട്. അത് എങ്ങോട്ടാണ് ഫേസ് ചെയ്യുന്നത്? സൗത്തേക്കാണ്. ഹി ലീവ്സ് ഫ്രം ദ ബാക്ക് ഗേറ്റ്. പുറകിലെ ഗേറ്റ് വഴിയാണ് പുള്ളി വന്നത്. അപ്പോ ഈ സൗത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന വീടാണ് ആരുടെ? മനുവിന്റെ വീട്. എന്നിട്ട് പക്ഷെ മനു പോയത് ഏതാണ്? ബാക്ക് ഗേറ്റ് വഴിയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന വീടിന്റെ മനു എങ്ങനെയാണ്? ഇങ്ങോട്ടാണ് മനു പോയത്. ഓക്കെ. ആൻഡ് വോക്സ് 18 മീറ്റർ. ഈ ഡയറക്ഷനിലോട്ട് നോർത്തിലോട്ട് പുള്ളി എത്ര മീറ്റർ പോയി എന്നാ പറയുന്നത്? 18 മീറ്റർ പോയി. ദെൻ ഹി ടേൺ റൈറ്റ്. ഇവിടെ വന്നിട്ട് വലത്തോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. ഇതിന്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. റൈറ്റ്. ആൻഡ് വോക്സ് 28 മീറ്റർ. ഇങ്ങനെ എത്ര മീറ്റർ പോയി? 28 മീറ്റർ പോയി. ദെൻ ഹി ടേൺസ് റൈറ്റ്. എഗെയിൻ പുള്ളി എത്ര വീണ്ടും എങ്ങോട്ടാ തിരിഞ്ഞ്? വീണ്ടും റൈറ്റ്. റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട്. അങ്ങനെ പുള്ളി എത്ര പോയി? 35 മീറ്റർ ആ രീതിയിൽ നടന്നു. ദെൻ ഹി ടേൺ ലെഫ്റ്റ്. പിന്നെ എങ്ങോട്ടാണ് വന്നത്? ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് ടേൺ ചെയ്തത്. അവിടെ 12 മീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ ഹി ടേൺ ലെഫ്റ്റ്. വീണ്ടും എഗെയിൻ എങ്ങോട്ട് ട്രാവൽ ചെയ്തു? ലെഫ്റ്റിലോട്ട് ട്രാവൽ ചെയ്തു. എത്ര മീറ്റർ? 17 മീറ്റർ. ഇതുണ്ടോ? 17 മീറ്റർ എന്ന് പറയുന്നത്. ഇപ്പോ ഏത് ഡയറക്ഷൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ആൻഡ് ഹൗ മെനി മീറ്റേഴ്സ് എവേ ഈസ് ഹി ഫ്രം ദി ഒറിജിനൽ പൊസിഷൻ. ഒറിജിനൽ പൊസിഷൻ, അതായത് വീട്ടിൽ നിന്ന് എത്രമാത്രം മാറിയാണ് നിൽക്കുന്നതെന്ന്. ഇവിടെ നിങ്ങൾ നോക്കിയേ, 18 മീറ്റർ മുകളിലോട്ട് പോയി, നോർത്തിലോട്ട് പോയി. എന്നിട്ട് 28 മീറ്റർ എങ്ങോട്ടാണ് പോയിരിക്കുന്ന ആള്? ഈസ്റ്റ് ഡയറക്ഷനിലോട്ട് പോയി. വീണ്ടും 35 മീറ്റർ താഴോട്ട് വന്നു. അതിനുശേഷം 12 മീറ്റർ വീണ്ടും ഈസ്റ്റിലോട്ട് പോയി, 17 മീറ്റർ. അപ്പൊ ഇവിടെ നോക്കി, 18 മീറ്റർ ആണ് മുകളിലോട്ട് പോയത്. ഇങ്ങോട്ട് 35 വന്നു. തിരിച്ച് വീണ്ടും 17 വന്നപ്പോൾ നോക്കി എത്രയായി? 35 17 കുറച്ച 18 മീറ്റർ. അതായത് തുടങ്ങിയ സ്ഥലത്ത് തന്നെയാണ്, അതായത് ആ വീടിന്റെ അതേ ഡയറക്ഷനിൽ തന്നെ എന്ത് എത്തിയിട്ടുണ്ട്? ആൾ എത്തിയിട്ടുണ്ട്. അതേ ഡയറക്ഷൻ തന്നെ. അപ്പൊ ഏത് ഭാഗത്താണ് ഇപ്പൊ നിൽക്കുന്നത്? ഈസ്റ്റിലാണ്. ഇനി എത്ര ദൂരമാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് വേണ്ടത്. എത്ര ദൂരമാണ് ഇവിടെ നോക്കി? ഇത് 28ഉം ഈ 12ഉം കൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം കിട്ടും. 40 മീറ്റർ ഈസ്റ്റിൽ, അതായത് പുള്ളി തുടങ്ങിയ സ്ഥലത്ത് നിന്ന് 40 മീറ്റർ ഈസ്റ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് കാണാനായിട്ട്. അപ്പോൾ ഈ ഫിഗർ ഒന്ന് വരയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എല്ലാ പ്രാവശ്യവും PSC വരുന്നതാണ്. ദെൻ അഭിഷേക് സ്റ്റാർട്ടഡ് ഫ്രം എ പോയിന്റ് എ. ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് അഭിഷേക് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് വോക്സ് 15 മീറ്റർ ടുവാർഡ്സ് സൗത്ത്. സൗത്തിലേക്ക് എത്ര മീറ്റർ പോയി? 15 മീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ ഹി ടേൺസ് ലെഫ്റ്റ്. ഇങ്ങോട്ട് വന്നിട്ട് ലെഫ്റ്റിലേക്കാണ് പോയിരിക്കുന്നത്. ഇതാണ് ലെഫ്റ്റ്. ആൻഡ് വോക്സ് 20 മീറ്റർ. ഇങ്ങോട്ട് എത്ര മീറ്റർ പോയി? 20 മീറ്റർ. ആൻഡ് ദെൻ ടേൺസ് ലെഫ്റ്റ്. ഇവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് 15 മീറ്റർ വന്നു. ദെൻ ഹി അഗെയിൻ ടേൺസ് ലെഫ്റ്റ്. വീണ്ടും എങ്ങോട്ട് ടേൺ ചെയ്തു? ലെഫ്റ്റിലോട്ടാണ് ചെയ്തത്. ഇങ്ങോട്ട് ടേൺ ചെയ്ത് എത്ര മീറ്റർ പോയി? 35 മീറ്റർ ട്രാവൽ ചെയ്ത് പോയിന്റ് എവിടെ എത്തി? ബി എന്ന് പറയുന്ന പോയിന്റ് എത്തി. ഹൗ ഫാർ ആൻഡ് വിച്ച് ഡയറക്ഷൻ പോയിന്റ് ബി ഈസ് വിത്ത് റെസ്പെക്ട് ടു എയിൽ നിന്ന് എത്ര മാത്രം മാറി, ഏത് ഡയറക്ഷനിലാണ് ബി നിൽക്കുന്നത്? നോക്കി, 15 മീറ്റർ താഴോട്ട് വന്നു. എന്നിട്ട് 20 മീറ്റർ ഇങ്ങോട്ട് പോയി. വീണ്ടും 15 മീറ്റർ. വീണ്ടും 15 മീറ്റർ മുകളിലോട്ട് വന്നപ്പോ ആ തുടങ്ങിയ അതേ ഡയറക്ഷനിൽ തന്നെ ആൾ എത്തിയിട്ടുണ്ട്. എന്നിട്ട് അയാള് ഈ പറയുന്ന വെസ്റ്റിലോട്ട് എത്ര മീറ്റർ പോയി? 35 മീറ്റർ. ഓൾറെഡി 20 മീറ്റർ വന്നു. 35 മീറ്റർ ആയപ്പോൾ എന്ത് ചെയ്തു? 15 മീറ്റർ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ 15 മീറ്റർ വെസ്റ്റിലാണ് ഈ ബി എന്ന് പറയുന്ന പോയിന്റ്, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് 15 മീറ്റർ വെസ്റ്റിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. സോ ഇതും നല്ല ഫിഗർ വരച്ചെടുക്കാൻ കഴിയുമെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇത്. ദെൻ കാർത്തിക് വോക്സ് 40 മീറ്റർ സ്ട്രൈറ്റ് ഫ്രം ഹിസ് ഹോം ടുവാർഡ്സ് നോർത്ത്. അപ്പൊ ഇവിടെയാണ് വീട് നമ്മൾ വിചാരിക്കുന്നു. കാർത്തിക് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? 40 മീറ്റർ നോർത്തിലോട്ട് ട്രാവൽ ചെയ്തു. ദെൻ ഹി ടേൺസ് ലെഫ്റ്റ്. എന്നിട്ട് എങ്ങോട്ട് തിരിഞ്ഞു? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. ആൻഡ് വോക്സ് 25 മീറ്റർ. 25 മീറ്റർ ഇങ്ങോട്ട് നടന്നു. ദെൻ ഹി ടേൺ ലെഫ്റ്റ് അഗെയിൻ. ഇവിടെ വീണ്ടും എങ്ങോട്ടാണ്? ലെഫ്റ്റിലോട്ട് ടേൺ ചെയ്ത് 15 മീറ്റർ ട്രാവൽ ചെയ്തു. 15 മീറ്റർ. ഫൈനലി ഹി ടേൺസ് ലെഫ്റ്റ്. ഇവിടെ നിന്ന് വീണ്ടും എങ്ങോട്ട് ട്രാവൽ തിരിഞ്ഞു? ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്ത് 25 മീറ്റർ. 25 മീറ്റർ ട്രാവൽ ചെയ്ത് പുള്ളി എക്സ് എന്ന് പറയുന്ന പോയിന്റിലെത്തി. ഈ പോയിന്റ് ആണ് ഇത് എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഈ പോയിന്റ്, വാട്ട് ഈസ് ദ ഷോർട്ടർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിസ് ഹോം ആൻഡ് പോയിന്റ് എക്സ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നോക്കി, ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് 40 മീറ്റർ നോർത്തിലോട്ട് പോയി. അവിടെ നിന്ന് വീണ്ടും 25 മീറ്റർ വെസ്റ്റിലോട്ട് പോയി. 15 മീറ്റർ താഴോട്ട് വന്നു. എന്നിട്ട് വീണ്ടും 25 മീറ്റർ ഈസ്റ്റിലേക്ക് വന്നപ്പോൾ എന്ത് ചെയ്തു? തുടങ്ങിയ അതേ ലൈനിൽ തന്നെ ആൾ എത്തിയിട്ടുണ്ട്. പക്ഷെ എത്ര മീറ്റർ അയാൾ വീടിനടുത്തേക്ക് നടന്നിട്ടുള്ളൂ? 15 മീറ്റർ. അപ്പൊ ഈ 40-ൽ നിന്ന് 15 കുറച്ച് കഴിഞ്ഞാൽ 25 മീറ്റർ. ഈ പറയുന്ന 25 മീറ്റർ ആണ് പുള്ളിയുടെ വീടും ഈ എക്സും എന്ന് പറയുന്ന സ്ഥലം, നമ്മൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ആ സ്ട്രൈറ്റ് ലൈൻ.
അതെന്ന് പറഞ്ഞാൽ 25 മീറ്റർ ആണ്. സോ അപ്പൊ 25 മീറ്റർ എന്നുള്ളതാണ് അതിന്റെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് 2 ചോദ്യം കൂടെയാണ് ഇതിനകത്തുള്ളത്. എടുത്ത് നോക്കൂ. അർജുൻ വാക്സ് 40 മീറ്റർ. അർജുൻ എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? അർജുൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു 40 മീറ്റർ ടുവാർഡ്സ് സൗത്ത്. 40 മീറ്റർ സൗത്തിലേക്ക് വന്നു. പുള്ളിയുടെ വീട്ടിൽ നിന്ന്. ഇതാണ് അർജുന്റെ വീട് കേട്ടോ. ഓക്കെ. ദെൻ ഹി ടേൺസ് ലെഫ്റ്റ്. ഇവിടെ നിന്നിട്ട് ആൾ എങ്ങോട്ട് തിരിഞ്ഞു? ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു. 55 മീറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാവൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ ഹി ടേൺസ് അനദർ ലെഫ്റ്റ് ടേൺ. ഇവിടുന്ന് വീണ്ടും ആൾ എന്താണ്? ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്ത് 15 മീറ്റർ ട്രാവൽ ചെയ്തു. ദെൻ ഹി ടേൺസ് ലെഫ്റ്റ് അഗെയിൻ. ഇവിടെ നിന്ന് വീണ്ടും പുള്ളി ലെഫ്റ്റ് തിരിഞ്ഞ് എത്ര? 55 മീറ്റർ ട്രാവൽ ചെയ്തു. അപ്പൊ എന്ത് ചെയ്ത? തുടങ്ങി അതേ ലൈനിൽ തന്നെ എത്തി. എഗെയിൻ അതേ ലൈനിൽ തന്നെ എത്തി. ഇപ്പൊ വീട്ടിൽ നിന്ന് എത്രമാത്രം ദൂരമാണ് എന്നുള്ളതാണ്. ഈ ദൂരമാണ് നമുക്ക് അറിയേണ്ടത്. ഇത് മൊത്തം 40 ആണ്. അതിൽ ഇത് 15 ആണെന്ന് അറിയാം. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് 25 ആണ് എന്നുള്ളത് നമുക്ക് ഉത്തരം കിട്ടും. ദെൻ അടുത്ത ചോദ്യം നോക്കും. ഹരി വെൻ സ്ട്രേറ്റ് ഈസ്റ്റ്വാർഡ് ഫ്രം ഹിസ് ഓഫീസ്. ഹരിയുടെ ഓഫീസിൽ നിന്ന് നേരെ എന്ത് ചെയ്തു? ഈസ്റ്റിലേക്ക് എത്ര? 4 കിലോമീറ്റർ ട്രാവൽ ചെയ്തു. ഫ്രം ഹിയർ ഹി കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 3 കിലോമീറ്റർ ആൻഡ് എഗെയിൻ ഹരി വെൻ സ്ട്രേറ്റ് ഈസ്റ്റ്വാർഡ് ഫ്രം ഹിസ് ഓഫീസ്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് വിട്ടുപോയി. നമുക്ക് ഒന്നുകൂടെ വായിക്കാം. കേട്ടോ, ഹരി വെൻ സ്ട്രേറ്റ്, ഇവിടെ നിന്നാണ് ഹരി തുടങ്ങുന്നത് കേട്ടോ. ഹരി വെൻ സ്ട്രേറ്റ് ഈസ്റ്റ്വാർഡ് ഫ്രം ഹിസ് ഓഫീസ്. ഓഫീസിൽ നിന്ന് നേരെ ഈസ്റ്റിലേക്ക് പോയി. ആൻഡ് ടുക്ക് എ റൈറ്റ് ടേൺ ആഫ്റ്റർ ട്രാവലിംഗ് 4 കിലോമീറ്റർ. 4 കിലോമീറ്റർ ട്രാവൽ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ആൾ ഇങ്ങോട്ട് പോയി റൈറ്റിലേക്ക് ട്രാവൽ ചെയ്തു. ഫ്രം ഹിയർ ഹി കവേർഡ് എ ഡിസ്റ്റൻസ് ഓഫ് 3 കിലോമീറ്റർ. ഇവിടെ 3 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് അഗൈൻ ഹി ടുക്ക് എ റൈറ്റ് ടേൺ. ഇവിടെ നിന്ന് റൈറ്റിലേക്കാണ് ഒരു ടേൺ എടുത്തിരിക്കുന്നത്. ആഫ്റ്റർ കവറിംഗ് എ 4 കിലോമീറ്റർ, ഹി ഫൈനലി ടേൺ ലെഫ്റ്റ്. ഇവിടുന്ന് പുള്ളി അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്തു. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്തു. ഓക്കെ, ഇപ്പോ ഹരി ഏത് ഡയറക്ഷനിലാണ്? ഇൻ വിച്ച് ഡയറക്ഷൻ വാസ് ഹരി മൂവിങ് അറ്റ് ദി എൻഡ്? അവസാനം ഇപ്പൊ ഏത് ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ ചോദിച്ചത്. ഇതുകൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ എപ്പോഴും ഇതിനകത്ത് നമുക്ക് അറിയേണ്ടത് ഈ ഡയറക്ഷനുകളാണ്. ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്തു, അയാൾ ഈ ഡയറക്ഷനിൽ വന്നു, വീണ്ടും ഇങ്ങോട്ട് വന്നു, ഇപ്പോൾ ഈ ഡയറക്ഷനിലൂടെ ട്രാവൽ ചെയ്തു. ഏതാ ഡയറക്ഷൻ? സൗത്തിലേക്കാണ്. ഇവിടെ ഓഫീസിൽ നിന്ന് സൗത്തിലേക്കാണ് ട്രാവൽ ചെയ്തത്. സോ ആൻസർ എന്ന് പറയുന്നത് ബി ആണ് എന്നുള്ളത്. സോ അപ്പൊ ഈ ചോദ്യങ്ങളിലെല്ലാം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇതൊരു വരയ്ക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക. എന്താണ് ചോദിച്ചിരിക്കുന്നത്? റീസണിങ്ങിലായാലും ഈ ഡയറക്ഷനിലാണെങ്കിലും ബ്ലഡ് റിലേഷനിലാണെങ്കിലും എന്താണ് ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കി അത് ഡ്രോ ചെയ്യണത്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി നമ്മൾ ഈ ഡയറക്ഷനിൽ നേരിടുന്നത്, ഒരാൾ റൈറ്റിലേക്ക് തിരിഞ്ഞു, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് ഏത് ഡയറക്ഷനിലോട്ടാണ്? അയാൾ ആദ്യം നോർത്തിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ സ്വയം അവിടെ സങ്കല്പിക്കുക. ഓക്കെ, ഞാൻ ഇവിടെ ഈ ഡയറക്ഷനിൽ നിൽക്കുവാണ്. ഇവിടെ നിന്ന് എന്റെ റൈറ്റ് എന്ന് പറയുന്ന ഏതാണ്? ഇതെന്റെ റൈറ്റും ഇത് എന്റെ ലെഫ്റ്റുമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇനി അതേ രീതിയിൽ തന്നെ ഇവിടെ നിൽക്കുന്നു. നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് ഫേസ് നിൽക്കുവാണെങ്കിൽ ഇത് നിങ്ങളുടെ റൈറ്റും ഇത് നിങ്ങളുടെ ലെഫ്റ്റും ആയിരിക്കും. ഇനി ഇതേ രീതിയിൽ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങോട്ടാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ റൈറ്റ് ഏതാണ്? ഇത് നിങ്ങളുടെ ലെഫ്റ്റുമാണ്. ഇതുപോലെ തന്നെയാണ് സൗത്തിലോട്ട് ഒരാൾ ഫേസ് ചെയ്യുന്നത്. നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുകയാണെങ്കിൽ ആലോചിച്ച് നോക്കി, ഇത് നിങ്ങളുടെ ലെഫ്റ്റും ഇത് നിങ്ങളുടെ റൈറ്റുമാണ്. സോ അപ്പോൾ ഒരു ഡയറക്ഷനിലോട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതേ ഡയറക്ഷനിൽ നിങ്ങൾ നിങ്ങളെ സ്വയം സങ്കല്പിക്കുക. എന്നിട്ട് ആലോചിച്ച് നോക്കുക, ഇതിൽ ഏതാണ് എന്റെ റൈറ്റ്, ഏതാണ് എന്റെ ലെഫ്റ്റ്. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.